പ്രൊഫഷണൽ ഗെഡറ്റ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോസഫ് സണ്ണി. അപ്പോൾ നമുക്ക് പറയാം, നമുക്കെല്ലാവരും ഇപ്പോൾ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഫോണാണ് സാംസങ് ഗാലക്സി M51. ദ മീനസ് മോൺസ്റ്റർ എന്ന് തന്നെയാണ് ആ ഫോൺ പറയുന്നത്. കാരണം അതിൻ്റെ ആ 7000 mAh ഹ്യൂജ് ബാറ്ററിയുടെ ആവും. അപ്പോൾ നമുക്കറിയാം 7000 mAh പറയുമ്പം അതൊരു ടു ഡേയ്സ് ഒക്കെ ലാസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇത് നമുക്കിപ്പോൾ നമ്മുടെ M31 ഉണ്ട്, M31S ഉണ്ട്, ഒരുപാട് M സീരീസ് ഫോണുകളുണ്ട്. അപ്പം ഈ M സീരീസ് ഫോണുകളുമായിട്ട് വ്യത്യാസം ഈ M51 എന്താണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. അപ്പോൾ നമ്മുടെ ഈ സാംസങ് ഗാലക്സി M51 ഇത് റിയൽ മീനസ് മോൺസ്റ്റർ ആണോ നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. അപ്പോൾ നമ്മുടെ ബോക്സിലായും തന്നെ നമുക്ക് സാംസങ് എന്നൊരു ബ്രാൻഡിങ് ഇവിടെ കാണാം. അത് നമുക്ക് ഇവിടെ M51 എന്ന് കാണാം. സൈഡ് നോക്കുമ്പോഴും സാംസങ് ഗാലക്സി M51 തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മേളിൽ നോക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ സ്റ്റോറേജ് വേരിയൻറ്റ് കാണാം. അപ്പോൾ ഞാൻ 6GB RAM 128GB സെലസ്റ്റിയൽ ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു മോഡലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ 8GB റാമിൻ്റെ വേരിയൻറ്റും ഉണ്ട്. നമ്മൾ വീണ്ടും ബാക്കിലേക്ക് നോക്കുമ്പോൾ നമുക്കിവിടെ ഇതിൻ്റെ പ്രൈസ് കാണാവുന്നതാണ്. അപ്പോൾ ഇതിന് 29,000 ആണ്. അപ്പോൾ നമുക്കൊരു ഓഫറോട് കൂടി ഒരു 25,000 നമുക്ക് ഈ ഫോൺ വാങ്ങാവുന്നതാണ്. നമുക്ക് നേരെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് തന്നെ നമുക്ക് നമ്മളിവിടെ ഫോണാണ് കാണുന്നത്. നമുക്കിത് മാറ്റി വെച്ച് നമുക്ക് ഇതിൻ്റെ ബാക്കിൽ നമുക്കൊരു യൂസർ മാനുവൽ വരുന്നുണ്ട്. എല്ലാ M സീരീസ് ഫോണിൽ വരുന്ന പോലെ തന്നെ ഇതുപോലെ സിമുലേറ്റർ ടൂൾ കാണാം. ഇവിടെയാണ് ഓപ്പൺ ചെയ്യുന്നത്. അതിവിടെ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡൊക്കെയാണ് വന്നിരിക്കുന്നത്. അതൊക്കെ നമുക്കിവിടെ മാറ്റി വെക്കാം. അത് നമുക്ക് ഫോണിലേക്ക് തന്നെ ആദ്യം തന്നെ പോവാം. അപ്പോൾ നമുക്കിവിടെ കാണാം സെലസ്റ്റിയൽ ബ്ലാക്ക് എന്ന് പറഞ്ഞൊരു മോഡലാണ് ഇത്. ഭയങ്കര ഒരു ഹെവി ഫീൽ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഇതാദ്യം തന്നെ എടുക്കുമ്പം കുറച്ച് ഫോൺ ബൾക്കിയാണ്. ഫോൺ നല്ല ബൾക്കിയാണ്, നല്ല കുറച്ചൊരു ഹെവിയും ഉണ്ട്. എന്നാലും കുഴപ്പമില്ല. നമുക്കിനി അതിൻ്റെ അടുത്ത ആക്സസറീസ് എന്തൊക്കെ വന്നിട്ടുണ്ടെന്ന് നോക്കാം. അപ്പം ആദ്യം തന്നെ നമുക്കിവിടെ ഒരു ചാർജർ ബ്രിക്കാണ് കാണുന്നത്. അപ്പോൾ അത് 25 watt ഫാസ്റ്റ് ചാർജിങ് ആണ് വന്നിരിക്കുന്നതിനകത്ത്. 25 watt ഫാസ്റ്റ് ചാർജിങ്. പിന്നെ നമുക്കിവിടെ ടൈപ്പ് സി ടു ടൈപ്പ് സി ഒരു കേബിളും വന്നിട്ടുണ്ട്, ലൈനിങ് കേബിളും വന്നിട്ടുണ്ട്. അത് നമുക്കിനി ഫോണൊന്ന് ബൂട്ട് ചെയ്ത് നോക്കാം. നമുക്കിവിടെ നമ്മുടെ ഫോൺ ബൂട്ടാവുന്നുണ്ട്. സെക്യൂർഡ് ബൈ നോക്സ് എന്നൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്സിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ഈ ഫോണിനകത്ത് വരുന്നുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ഫോൺ ഓൺ ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ പാസ്കോഡ് ഒന്ന് അടിച്ചു നോക്കാം. ഞാൻ ഓൾറെഡി സെറ്റപ്പ് ചെയ്തതാണ്. അപ്പം ഡിസൈൻ വൈസ് നോക്കുവാണെങ്കിൽ ഇതിനൊരു സൂപ്പർ ഡിസൈനാണ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുവാണെങ്കിൽ ഗ്ലാസ്റ്റിക്കാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ എടുത്തു പറയേണ്ട എന്ന് പറയുന്നത് നമ്മുടെ ഇതിൻ്റെ ക്യാമറയാണ്, മെയിൻ ക്യാമറ. അപ്പോൾ ഇതിൻ്റെ മെയിൻ ക്യാമറ വന്നിരിക്കുന്നത് ഒരു കോഡ് ക്യാമറ സെറ്റപ്പാണ് വന്നിരിക്കുന്നത്, 64 MP. പിന്നെ നമുക്ക് ഇവിടെ താഴെ നോക്കുമ്പോൾ നമുക്കൊരു സാംസങ്ങിൻ്റെ ഒരു ബ്രാൻഡിങ് കാണാവുന്നതാണ്. അപ്പോൾ ഫോണിൻ്റെ താഴെയായിട്ട് നമുക്ക് ഇവിടെ ഒരു ഓഡിയോ ജാക്കും, ഒരു ടൈപ്പ് സി കേബിളും, ഒരു മോണോ സ്പീക്കറും, ഒരു മൈക്കുമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈഡ് വൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ നമ്മുടെ അതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ കാണാൻ പറ്റുന്നുണ്ട്. ഇത് തന്നെയാണ് ഇതിൻ്റെ പവർ ബട്ടണും. പിന്നെ നമുക്കിവിടെ നമ്മുടെ വോളിയം ബ്രോക്കറേഴ്സ് കാണാൻ പറ്റും. പിന്നെ നമ്മൾ ഈ സൈഡിൽ നോക്കുമ്പോഴേക്കും നമുക്കിവിടെ ഒന്നും കാണുന്നില്ല, പ്ലെയിൻ ആണ് ഇവിടെ. അപ്പോൾ നമുക്ക് ഏറ്റവും മുകളിലായിട്ട് നമുക്കൊരു സെക്കൻഡറി മൈക്രോഫോണാണ് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ നോക്കുവാണെങ്കിൽ ഒരു 6.7 ഇഞ്ച് ഹ്യൂജ് ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. സാംസങ്ങിൻ്റെ തന്നെ AMOLED+ ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നോക്കി കാണാം നമ്മുടെ പുതിയതായിട്ടുള്ള ആ നോച്ചൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്, ആ ഇൻഫിനിറ്റി ഡിസ്പ്ലേയുടെ. അപ്പോൾ നമുക്ക് ഈ ഫോണിൽ ഔട്ട് ഓഫ് ദി ബോക്സ് നമുക്ക് കിട്ടുന്നത് നമ്മുടെ സാംസങ്ങിൻ്റെ 1 UI 2.1 ആണ് കിട്ടുന്നത്. ആൻഡ്രോയിഡ് വേർഷൻ നോക്കുവാണെങ്കിൽ നമുക്ക് ആൻഡ്രോയിഡ് 10 തന്നെയാണ് ഔട്ട് ഓഫ് ദി ബോക്സ് കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സ്കാനറിനെ കുറിച്ച് പറയുവാണെങ്കിൽ സാംസങ് ഫോണിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ നല്ല ഫാസ്റ്റ് ഫിംഗർ പ്രിൻ്റ് ആണ് വരുന്നത്. നമുക്കിപ്പം A71 നമുക്കൊരു ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റ് ആണ് വരുന്നത്. അതിനേക്കാൾ ഫാസ്റ്റായിട്ടാണ് ഇതിനകത്ത് അൺലോക്ക് ആവുന്നത്. ഫോൺ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഞാനിവിടെ നിൽക്കുന്നേ ഉള്ളൂ, ഓപ്പണായി. നല്ല ഫാസ്റ്റായിട്ടൊരു ഫിംഗർ പ്രിൻ്റാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ നമുക്കിവിടെ ഫേസ് ഐ ഡിയും കൂടിയും വരുന്നുണ്ട്. ഫേസ് ഐ ഡിയും നല്ല ഫാസ്റ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്.
പിന്നെ നമ്മുടെ എം സീരീസ് ഫോണിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് എല്ലാവർക്കും ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അവരുടെ പ്രൊസസ്സർ അവർ സാംസങ്ങിൻ്റെ എക്സിനോസ് 9611 തന്നെ യൂസ് ചെയ്യുന്നതായിരുന്നു. അപ്പം ആ ഒരു ഇത് മാറ്റിയിട്ട് സാംസങ് ആദ്യമായിട്ടാണ് സ്നാപ്ഡ്രാഗൺ 730G എന്ന് പറഞ്ഞ ഒരു ചിപ്പ് ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് A71 നോക്കുവാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 730 ആണ് വന്നിരിക്കുന്നത്, ആ G വന്നില്ലായിരുന്നു. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു നല്ലൊരു ഗെയിമിംഗ് പെർഫോമൻസ് നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് ആസ്ഫോൾട്ട് 9ൻ്റെ ഒരു ഗെയിം പ്ലേ ആണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഗെയിമിംഗ് പെർഫോമൻസിനെ കുറിച്ച്. അപ്പം ഈ ഫോണിൻ്റെ ഏറ്റവും വലിയ ഫീച്ചർ എന്നാന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ബാറ്ററി ലൈഫാണ്. അത് നമുക്ക് ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ഇൻസെയിൻ ബാറ്ററി ലൈഫാണ് എനിക്ക് ഇതിനകത്തുനിന്ന് കിട്ടിയത്. നമുക്ക് എങ്ങനെ യൂസ് ചെയ്താലും ഈ ഫോൺ ഒരു 1.5 ദിവസമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമ്മളൊരു ഗെയിമൊന്നും കളിക്കുന്നില്ല, നമ്മളൊരു യൂട്യൂബ് കാണാനാണ്, വീഡിയോസ് കാണാനൊക്കെ ആണെങ്കിൽ നമുക്കൊരു 2 ദിവസം സിമ്പിളായിട്ട് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ പിന്നെ ചാർജിങ് സ്പീഡ് നോക്കുവാണെങ്കിൽ നമുക്ക് 25 വാട്ടിൻ്റെ തന്നെ ഒരു ഫാസ്റ്റ് ചാർജിങ് നമുക്ക് ഇതിൽ കൂടെ കിട്ടുന്നുണ്ട്. അപ്പം എനിക്ക് 1 hour 38 minutes ആണ് എനിക്കിത് ഫുൾ ചാർജ് ചെയ്യാൻ എടുത്തിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ M31 ഒക്കെ നോക്കുവാണെങ്കിൽ നമുക്കൊരു 2 മണിക്കൂർ വരെ കിട്ടുന്നുണ്ട് ഈ 15 watt ഫാസ്റ്റ് ചാർജിങ്. അപ്പം ഇതൊരു നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് ഒരുപാട് പുതിയ പുതിയ ഫീച്ചേഴ്സ് നമുക്ക് ഇവിടെ തന്നെ നമ്മുടെ സ്ക്രീൻ റെക്കോർഡറൊക്കെ നമുക്ക് നമ്മുടെ ഫോണിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഗെയിമിങ്ങിൻ്റെ ഒരുപാട് പ്ലസ് ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ട്. അപ്പം ഇതിനകത്ത് Type-C to Type-C പോർട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ഫോണിൽ നിന്ന് നമുക്ക് വേറൊരു ഫോണിലേക്ക് ചാർജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ 7000 mAh നമ്മളൊരു പവർ ബാങ്ക് പോലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഈ ഫോൺ. അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന മെയിൻ ക്യാമറ എന്ന് പറയുന്നത് 64 MP വന്നിരിക്കുന്നത്. പിന്നെ 12 MB, പിന്നെ 5 MB ആണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് LED ഫ്ലാഷും കൂടി നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഈ ഫോണിൻ്റെ ക്യാമറയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എം സീരീസിൽ ഇറങ്ങിയതിൽ ഏറ്റവും ബെസ്റ്റ് ക്യാമറ ഉള്ള ഫോൺ എന്ന് പറയുകയാണെങ്കിൽ അത് M51 ആയിരിക്കും. കാരണം അതിനകത്ത് വന്നിരിക്കുന്നത് സെയിം ലെൻസ് ആണെങ്കിൽ പോലും 64 MP ലെൻസ് ആണെങ്കിൽ പോലും നമ്മുടെ സ്നാപ്ഡ്രാഗൻ്റെ തന്നെ ഇമേജ് പ്രോസസ്സിങ് കാരണം സൂപ്പർ ഫോട്ടോസാണ് വരുന്നത്. ഇപ്പം നമ്മൾ OnePlus നോഡ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ OnePlus നോഡിൻ്റെ അത്രയും നല്ലൊരു ക്യാമറയാണ് വരുന്നത്. OnePlus നോഡിനേക്കാൾ നല്ലതായിട്ട് ചില ഫോട്ടോസൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അൾട്രാവൈഡ് ഉണ്ട്, നൈറ്റ് മോഡൊക്കെ ഉണ്ട്, മാക്രോ ഒക്കെ സൂപ്പർ ഫോട്ടോസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫോട്ടോ എല്ലാം കാണണമെങ്കിൽ നിങ്ങൾ ഹയസ്റ്റ് റെസൊല്യൂഷനിൽ നിങ്ങളുടെ വീഡിയോ ഇട്ടാൽ മാത്രമേ അതൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സാംസങ് ഗാലക്സി M51 എനിക്ക് ഓവറോൾ ഒരു ബെസ്റ്റ് ഫോണായിരുന്നു. ഒരു മീനസ് മോൺസ്റ്റർ എന്ന് തന്നെ എനിക്കിത് പറയാം. കാരണം എനിക്ക് ഡേ ടു ഡേ ലൈഫിനായിട്ടുള്ള എല്ലാ കാര്യത്തിലും ഇത് സൂപ്പർ ഫോണാണ്. ബാറ്ററിയുടെ കാര്യം നോക്കുവാണെങ്കിലും, ക്യാമറ നോക്കുവാണെങ്കിലും, പെർഫോമൻസ് നോക്കുവാണെങ്കിലും നമുക്കൊരു ഇത്രയും പ്രൈസിൽ നമുക്ക് OnePlus നോഡൊക്കെ കിട്ടുമെന്നറിയാം ഇതിനും പെർഫോമൻസ് ഉള്ളത്. എന്നാലും ഒരു നോൺ ചൈനീസ് ഫോൺ എന്ന നിലയിൽ സാംസങ് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ ഞങ്ങൾ ഒരുപാട് എഫേർട്ട് ഇട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ആകെ ചെയ്യുക എന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്ക് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെയുള്ള ആ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും.